ഹലോ. ഇന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നതാണ്, ഒരു ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവരും ഉണ്ട് കൂടെ. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണെന്നും കൊണ്ട് അവൾക്കാണ് ആഘോഷം മുഴുവൻ. അവൾ ഹോസ്പിറ്റലിൽ വന്ന പോലെയല്ല, അവളേതാണ്ട് തിയേറ്ററിലും ഷോപ്പിങ്ങിനും ഒക്കെ വന്ന പോലെ ചാടി കിടക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട്, എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഡോക്ടറെയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ് രണ്ടുപേരും പറഞ്ഞ് അവർക്ക് ലുലുമാളിലൊന്ന് കയറണമെന്ന്. എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാനും ഓർത്തു എന്നാൽ ലുലു മാളിലൊന്ന് കയറിയേക്കാന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങളിതേ ലുലു മാളിൽ എത്തി. കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാറും പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലു മാളിലോട്ട് കയറുക. ലുലു മാളിലോട്ട് കയറി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ അമ്മയ്ക്ക് അവിടെ കണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക. കുഞ്ഞി കണ്ണിലൂടെ എല്ലാം അവൾ ആവാഹിച്ചെടുക്കുന്നുണ്ട്. അവൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുകയും വേണം. അവൾക്ക് വേണ്ടാത്തതായ ഒരു സാധനവും ഇല്ല. എല്ലാ സാധനവും കാണുമ്പോൾ അവൾ പറയുന്നത് ഇത് വേണമെന്ന് ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നേരത്തെ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര അങ്ങനെ വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വേഗം വാരിയെടുത്തു. കാരണം നമുക്ക് സമയം പോയായിരുന്നു, വേഗം വീട്ടിലോട്ട് പോകണമായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തപ്പോൾ അടുത്ത് അവളുടെ ആവശ്യം വന്ന് അവൾക്ക് വിശക്കുന്നെന്ന്. ശരിക്കും വിശക്കുന്നുണ്ടായിരുന്ന സമയം അപ്പോൾ നമുക്കൊരു 2:30-3 മണിയായിരുന്നു. എന്നാൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുത്തേക്കാന്ന് ഓർത്ത് ഞങ്ങൾ ഫുഡും വാങ്ങിച്ചു കൊടുത്ത് പേയ്മെൻറ്റിനായിട്ട് നിന്നപ്പോഴത്തേനാണ് അവളുടെ കണ്ണിൽ അടുത്ത കിൻഡർ ജോയും മിഠായികളും എല്ലാം പതിഞ്ഞു. എന്നാൽ പിന്നെ അത് നൈസായിട്ട് ഇങ്ങനെ ഇരുന്ന് എടുക്കുന്ന സമയം ഞാനൊന്ന് ഒച്ച വെച്ചതോടുകൂടി അവൾ അത് ഉപേക്ഷിച്ച് ചാടി എഴുന്നേറ്റ് പോന്നു. ഫുഡ് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളതേ പിള്ളേർക്ക് ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾ ചോദിക്കുന്നത് ഇത് വേറെ ഒന്നും ഇല്ലായിരുന്നോ അപ്പേന്ന് ചോദിച്ചത്. അതും കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലോട്ട് പോരാനായിട്ട് പോരുക. അപ്പോൾ തന്നെ 4 മണിയായി സമയം. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോരുകയാണ്. ഇന്നത്തെ കൊച്ചു കറക്കം ഇത്രയേ ഉള്ളൂ കേട്ടോ.